കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യവൽക്കരണത്തിൽ സംസ്ഥാന സർക്കാരും CPM പ്രതിരോധത്തിൽ. വിഷയം വലിയ വിവാദമായതോടെ മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പാർട്ടി നേതൃത്വം. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നുകൂടിയായിരുന്നു സ്റ്റീൽ കോംപ്ലക്സ് പുനരുദ്ധാരണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്നാണ് മുഖ്യമന്ത്രിയും ഇടതു നേതാക്കളും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞിരുന്നത്. എന്നാൽ ജനവിധി കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിലാണ് കോഴിക്കോട് ചെറുവണ്ണൂരിലെ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ സ്ഥാപനം ഏറ്റെടുക്കുന്നത്. വിഷയത്തിൽ രാഷ്ട്രീയ പോരുമുറുകിയതോടെ ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരിനും CPM-നും. സംസ്ഥാന സർക്കാർ സ്റ്റീൽ കോംപ്ലക്സിനെ സ്വകാര്യ കമ്പനിക്ക് തീരെഴുതാൻ കൂട്ടുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഉയരുന്ന ആരോപണം. 300 കോടി രൂപയുടെ വിലയുള്ള സ്റ്റീൽ കോംപ്ലക്സ് 30 കോടിക്കാണ് ഛത്തീസ്ഗഡിൽ കമ്പനി കിട്ടുന്നത്. ആരാണ് ഈ കച്ചവടം നടത്തിയത്? ആരാണ് നടത്തിയത്? സംസ്ഥാന സർക്കാരിന് പോലും പങ്കാളിത്തമുള്ള സ്ഥാപനം സംസ്ഥാന കരകയറ്റാൻ പറ്റും. എന്നാൽ ഇതിനൊന്നും മറുപടി പറയാനാകാതെ ഒളിച്ചോടുകയാണ് പാർട്ടി നേതൃത്വം. സർക്കാർ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തി. CITU പരസ്യമായി രംഗത്തെത്തിയില്ല എങ്കിലും കടുത്ത അമർഷമാണ് യൂണിയനുള്ളത്. വരും ദിവസങ്ങളിലും വിവാദം കൂടുതൽ കത്താനാണ് സാധ്യത. അതിനാൽ തന്നെ വിഷയത്തിൽ നിന്നും തലയൂരാൻ പാർട്ടിക്കും സർക്കാരിനും അത്ര എളുപ്പമാകില്ല. ജനം, കോഴിക്കോട്.